2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളത്തിൽ പോയി വന്നതാണ്. ഇവന്റെ നാട് ഏതാണ് സുദേശം നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അടുവാശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി പിടിച്ച് കെട്ടിയിട്ട് ഒറിജിനൽ വെച്ചൂര്. ഇതാണ് പ്യോർ വെച്ചൂരാണ് ആള്. ഇച്ചിരി ഇടയ്ക്കൊക്കെ വൈൽഡ് ആവും. വളരെ പൊക്കം കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുഞ്ഞു വാവയാണ്. അപ്പൊ നേരത്തെ കണ്ട ആ ഒരു ഗോപുരം ഇതാണ് ട്ടാ. ഇതാണ് ആ ഗോപുരം. നമ്മുടെ വീട് തൊട്ടടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാ വരുന്നത്. ഹായ്, നമ്മളിപ്പോ നിൽക്കുന്നത് ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം, അതായത് ആലുവയില് കൊണ്ടോട്ടി എന്ന സ്ഥലത്ത്, ചൊവ്വരയ്ക്കടുത്ത് കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് ക്ഷേത്രം. അവിടെ നല്ല നാടൻ പശുക്കളുണ്ട്, പിന്നെ അമ്പലത്തിൻ്റെ കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രത്തിലാണ്. ഇതിപ്പോൾ നമ്മുടെ ആലുവ കൊണ്ടോട്ടിയിലാട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഓക്കെ, അവിടെ ഒരു നാടൻ പശുവിനെ കാണാനാണ് നമ്മൾ വന്നെ. ഈ ആദ്യം കാണുന്നത് ഒരു കാളയാണ്. നല്ല അടിപൊളി കാളയാട്ടോ. ആളുടെ പേര് നന്ദികേശൻ എന്നാണ്. മണിക്കുട്ടൻ നന്ദികേശൻ. ഇതേ ആൾക്ക് അടിപൊളി. ഇതേ മണിക്കുട്ടൻ നന്ദികേശൻ എന്നുള്ള ആ ഒരു ബാഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്ക്. അടിപൊളി കേട്ടോ. ആളെങ്ങനെയാണ്? ആണല്ലേ, ഇച്ച് വയലൻ്റ് ആണ് ആള്. ആൾക്ക് എന്തോരം പ്രായം ഉണ്ടാവും കേട്ടോ? 7 വയസ്സുണ്ടല്ലേ. ഇത് എവിടെന്നാ കൊണ്ടുവന്ന ആളെ? 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളത്തിൽ പോയി വന്നതാണ്. ഇവന്റെ നാട് ഏതാണ് സുദേശം നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അടുവാശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി പിടിച്ച് കെട്ടിയിട്ടതാ. പിന്നെ ആരെയും ഒന്ന് ചോദിക്കാൻ തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ കുട്ടി വെള്ളത്തിൽ ഒഴുകി വന്നാണല്ലേ? 6 മാസം പ്രായം. അത്ര കുട്ടിയായിരുന്നപ്പോ. വാവ്. അങ്ങനെ അവിടെ കെട്ടിയിട്ടേച്ചിനും 5 വർഷത്തോളം അവിടെയായിരുന്നു. അമ്പലത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോ 8 മാസമായി. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നടക്കിരുത്തി. അങ്ങനെ നടക്കിരുത്തിയാണല്ലേ. ആള് ഇവിടുത്തെ ഒരാളായി മാറി അല്ലേ? ഇപ്പൊ അമ്പലത്തിന്റെ സ്വത്താണ്. അമ്പലത്തിന്. ഓക്കെ, അടിപൊളി കേട്ടോ. അപ്പൊ 5 മാസം പ്രായമുള്ളപ്പോ നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കത്തിൽ ആള് ഒലിച്ചു വന്നതാണ്. ആ ആളാണിത് ഇപ്പൊ 7 വയസ്സുള്ള നല്ല അടിപൊളി ഒരു കുട്ടിയായിട്ട്, അല്ല ഒരു കുട്ടൻ അല്ലേ? മണിക്കുട്ടൻ നന്ദികേശൻ. മണിക്കുട്ട. ആളുടെ ആ ഒരു പൂഞ്ഞൊക്കെ നോക്കി, ആ ഒരു നമ്മുടെ ആളുടെ ആ മുതുകും. ഇതാണ് ശരിക്കും ഇന്ത്യൻ ബ്രീഡ് അല്ലേ? ഗിറാണോ? ഇത് ക്രോസ് ആണത്. ആ ഒരു സഹിവാളിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ സിനോബി. ആ ഒരു താഴ്ന്ന പക്ക ബ്രീഡ് അല്ല. ആള് നല്ല ക്രോസ് ബ്രീഡാണ്. നല്ല പൂവാലൊക്കെ ഉണ്ട് കേട്ടാ. 2018 വെള്ളത്തിൽ വന്നതാണ്. ഓക്കെ, അപ്പൊ 2018 ആ വെള്ളപ്പൊക്കത്തില് ഇവനെ നമുക്ക് അമ്പലത്തിലേക്ക് കിട്ടിയതാണ് ശരിക്കും അല്ലേ? ഓക്കെ. ചേട്ടന്റെ പേരെന്താ? മണികണ്ഠൻ. ഇതിന്റെ ആള്. എന്തായാലും നമുക്ക് ആ ബാക്കിയുള്ള കണ്ടാലോ. അപ്പൊ ഞങ്ങളെ ബാക്കി വേറെ അവിടെ ഒരു വെച്ചൂരും കുട്ടിയുണ്ട്. അതും ഒരു 2 അടി ഹൈറ്റൊക്കെ ഉള്ള വെച്ചൂര. അത്ര ചെറിയ വെച്ചൂര്. കുട്ടിയാണെങ്കിലോ ഒരു എന്താ പറയാ, കൈയുടെ നീളം പോലും ഇല്ല. അത്രക്ക് കുഞ്ഞു കുട്ടി. ഒരു ആണാണ് കുട്ടി. ആൺകുട്ടിയാണ്. അതായത് നമ്മള് വെച്ചൂര് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണുന്നതാണ് ഈ അമ്പലത്തിലുള്ളത് കേട്ടാ. എന്തായാലും കാണാം. നമ്മുടെ ഈ അമ്പലം ഓപ്പൺ ആയോ കേട്ടാ? 9 മാസമായിട്ട് ഓപ്പൺ ആണല്ലേ? ഈ വരുന്ന മാർച്ചിൽ പ്രതിഷ്ഠ കഴിഞ്ഞല്ലേ? പ്രതിഷ്ഠ ദിനം അങ്ങനെ അല്ലേ? ആളുടെ പടം തന്നെ വെച്ചേക്കാണല്ലേ? മണിക്കുട്ടൻ നന്ദികേശനാണ്. അപ്പൊ ആളുടെ കൂട് ഇതാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഇത്ര നേരം. ഇതാണ് കൂട്. അടിപൊളിയല്ലേ? ഇനി അടുത്ത ആളെ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് വെച്ചൂർ എന്ന് പറയുന്നത്. ഒറിജിനൽ വെച്ചൂര്. ഇതാണ് പ്യോർ വെച്ചൂരാണ് ആള്. ഇച്ചിരി ഇടയ്ക്കൊക്കെ വൈൽഡ് ആവും, ചെറിയൊരു വയലന്റ് ആവും അല്ലേ? അതെ അതെ, കാരണം കുട്ടി ഉണ്ടല്ലോ. അതായത് നമ്മള് കുട്ടി എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും. കുട്ടീനെ സംരക്ഷിച്ചു പിടിക്കുന്നതാണ്. വളരെ പൊക്കം കുറവാണ്. വളരെ പൊക്കം കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുഞ്ഞു വാവയാണ്. ആളുടെ പേര് എന്തായിരുന്നു? പേര് പറഞ്ഞ കല്യാണി എന്നാണ് പേര്. ആളുടെ പേര് കല്യാണി. പിന്നെ ഇത് നീലകണ്ഠൻ. നീലകണ്ഠനാണ് ആളുടെ പേര് കല്യാണി. ഈ കാണുന്ന ചാണകത്തിന് പ്രത്യേകത കണ്ടോ?
ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ ചാണകത്തിന്. അതായത് ഒരു മണോ കാര്യങ്ങളോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പച്ചപ്പുല്ല്, പിന്നെ ഇവർക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കണേ ചേട്ടാ? തവിട്, കപ്പലണ്ടി പിണ്ണാക്ക്, അല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കൂല? വേറെ പെല്ലറ്റോ അങ്ങനെ കൊടുക്കുന്നില്ല? ഇവരതൊക്കെ ഇഷ്ടം. കപ്പലണ്ടി പിണ്ണാക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂടുതൽ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലേ? അപ്പോൾ എന്തോരം കൊടുക്കും ഇതൊക്കെ? ഒരു 1/2 കിലോ തവിട്, 1/2 കിലോ പിണ്ണാക്ക്, രാവിലെയും വൈകിട്ടും ഒരേപോലെ. അത്ര പോലെ. പിന്നെ കുട്ടിക്ക് കഞ്ഞിവെള്ളം, ലേശം ഉപ്പ്. കഞ്ഞിവെള്ളം ഉപ്പു അല്ലേ? അല്ല, കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ചിലപ്പോൾ വയറിളകും കേട്ടോ. കുറച്ചല്ലേ? ഇത് വല്ല സ്പോൺസറിങ് ആണല്ലോ? ഞങ്ങളുടെ ഒരു കമ്പനി സ്റ്റാഫ് നടയിലെത്തിയതാ. നടയിലത്തെ അപ്പൊ ആള് സ്പോൺസർ ചെയ്തേക്കാണല്ലേ? ഓ അങ്ങനല്ലേ. ആളൊരു അമ്മ ആയതുകൊണ്ടാണ് ആ പ്രശ്നം. ചെറിയൊരു വൈൽഡ് ആയിട്ടുള്ള ഒരു ചിലപ്പോ ഒന്ന് വയലന്റ് ആവും. അവർക്ക് മണിയൊക്കെ കെട്ടി കൊടുത്തല്ലേ? വാവ്, സൂപ്പർ. ഇതാണ് ഒറിജിനൽ വെച്ച്. ഒറിജിനൽ വെച്ച് ആൾക്ക് എന്തെങ്കിലും പ്രായം ഉണ്ടാവും ചേട്ടാ? അതിലിപ്പോ വ്യക്തമായിട്ട് അറിയില്ല. ഇവൻ 15 ദിവസമായിട്ടുള്ളൂ. 15 ഇത് ആദ്യത്തെ പ്രസവം ആയിരിക്കുമല്ലോ? ആ, ഒരു 2.5 വയസ്സ് 3 വയസ്സൊക്കെ ഉണ്ടാവും. കാരണം 3 അല്ലല്ലോ, ഇവര് 2.5 വയസ്സല്ലേ കുത്തി വയ്ക്കുള്ളൂ. ആ, അപ്പൊ ഒരു 3.5-4 വയസ്സോളം മിക്കവാറും 4 വയസ്സുണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളി കാഴ്ച അല്ലേ? ഇങ്ങനെ പശുവിനെ വളർത്താനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും കാരണം? അങ്ങനെയല്ല, നമുക്കിപ്പോ അമ്പലത്തിലെ നിത്യേന പൂജ കാര്യങ്ങളൊക്കെ ഈ ഗോമൂത്രം, ചാണകമൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ അത്രയും പ്യുവർ ആയിട്ടുള്ള ചാണകമാണല്ലോ അല്ലേ? അത്രയ്ക്ക് പ്യുവർ ചാണകമാണല്ലോ. ഇതായിരിക്കും അവരുടെ തീറ്റ അല്ലേ? തീറ്റ. വാവ്, തവിട്. ഇത് പിണ്ണാക്ക്. പിന്നെ ഉപ്പും വാങ്ങിച്ചു വെച്ചോ അല്ലേ? അപ്പൊ ഈ ഒരു കാഴ്ചയൊക്കെ കാണാം. എന്തായാലും ഞങ്ങളൊന്ന് അമ്പലത്തിന്റെ സൈഡൊക്കെ ഒന്ന് പോകട്ടെ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് ഈ അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകളാട്ടാ. അപ്പൊ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഈ അമ്പലം. പിന്നെ ഇതാ കണ്ട ഒരു ഗോപുരം പോലെ കണ്ട, അതൊക്കെ ശരിക്കും നമ്മുടെ തമിഴ്നാട്, പിന്നെ കർണാടക സൈഡില് അമ്പലങ്ങൾ. അപ്പൊ നേരത്തെ കണ്ട ആ ഒരു ഗോപുരം ഇതാണ് കേട്ടോ. ഇതാണ് ആ ഗോപുരം. ഇന്ന് ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു ഷിവറിങ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുവഴിയാണ് കയറുന്നത് അകത്തോട്ട്. ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറാൻ. ഓക്കെ, എങ്ങനെയുണ്ട് കാണാൻ? വാവ്. പണ്ട് ചോളരാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു കൊത്തുപണികളൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് മുൻവശത്തെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം. ഇത് അപ്പുറയുണ്ട് കേട്ടോ. ഇതാണ് പ്രധാന കവാടം കേട്ടോ. വാ, ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മുടെ വീട് തൊട്ടടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാ വരുന്നത്. അപ്പുറം കുറെ ദേവിമാരാണ്, ഇവിടെ ദേവന്മാരാ കണ്ട. അപ്പൊ സിനോബി, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിന്നെ ഇവിടുത്തെ പശുവിനെ കണ്ടു, പശുക്കുട്ടിയെ കണ്ടു, ഒരു കാളക്കുട്ടിനെ കണ്ടു, മണിക്കുട്ടനെ കണ്ടു. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഒരു നല്ല ശാന്തമായ ഫീലിംഗ്.